ഇന്നത്തെ വീഡിയോ ഒരു വോയിസ് ഓവർ വീഡിയോ ആണ്. ഇന്നത്തെ ദിവസത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയറിലല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വോയിസ് ഓവർ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ വീഡിയോ കാണുന്ന മെജോറിറ്റി ആളുകളും അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും സ്ലോ വെയിറ്റ് ലോസ്, അല്ലെങ്കിൽ ഹെയർ ഫോൾ, ലോ എനർജി, മസിൽ ലോസ്, ഇങ്ങനെ പല ഇഷ്യൂസിലൂടെയും കടന്നു പോകുന്ന ആളുകളായിരിക്കും നിങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് റീസൺസ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനായിട്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഹിഡൻ റീസൺ എന്ന് പറയുന്നത് പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ്. വേൾഡ് പ്രോട്ടീൻ ഡേ ആണ് ഇന്ന്. അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടറിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതിനു വേണ്ടി ഒരു പ്രത്യേകം ഡേ ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണെന്ന്. എന്തുകൊണ്ടാണ് പ്രോട്ടീൻ നമ്മുടെ ഡയറ്റിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്? ഒരു ദിവസം ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, എത്ര പ്രോട്ടീൻ വേണം, അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും നമ്മുടെ ഡയറ്റിൽ അധികം എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ എങ്ങനെ നമ്മൾ പ്രോട്ടീൻ സോഴ്സസ് ഇൻക്ലൂഡ് ചെയ്യാം, അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരും തന്നെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മാറ്റിയെടുക്കേണ്ട ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോട്ടീൻ എന്ന് പറയുന്നത് ജിമ്മിൽ പോകുന്നവർക്കും അതുപോലെ തന്നെ ബോഡി ബിൽഡേഴ്സിനും മാത്രം വേണ്ടിയുള്ളതല്ല. പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ഫാറ്റ് ലോസ് ബൂസ്റ്റ് ചെയ്യാനായിട്ടും മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മസിൽസ് ടോൺ ചെയ്യാനായിട്ടും സ്ട്രെങ്തൻ ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്രേവിങ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഹെൽത്തി സ്കിൻ, ഹെയർ, നെയിൽ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഹോർമോൺസ് ബാലൻസ് ചെയ്യാനായിട്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വേണ്ടത് ബോഡി ബിൽഡേഴ്സിനും അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവർക്കും മാത്രമാണോ? നമ്മളെല്ലാവരും ഇതൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ലേഡീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി കഴിക്കുന്ന ആ ഒരു ഡയറ്റിനകത്ത് പ്രോട്ടീൻ്റെ അളവ് വളരെയധികം കുറവാണ്. ഈ ഒരു പ്രോട്ടീൻ്റെ അളവല്ല, നമ്മളിപ്പം യൂഷ്വലി ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് പലരും ചെയ്യുന്നൊരു കാര്യം ഫുഡ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് പേര് വന്ന് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒത്തിരി കുറവായിട്ടാണ് ഫുഡ് കഴിക്കുന്നത്, പക്ഷേ എന്നിട്ടും എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വളരെ എക്സ്ട്രീം കലോറി ഡെഫിസിറ്റ് ഡയറ്റാണ് പലരും വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്നത്. അതായത് ഒരു 1200 കലോറീസിൽ കുറവൊക്കെയുള്ള ഒരു ഡയറ്റ്, 2 നേരം ആഹാരം കഴിക്കുക, 1 നേരം ആഹാരം കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ വളരെ എക്സ്ട്രീം കലോറി ഡെഫിസിറ്റ് ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2 മീൽ കഴിക്കുമ്പോൾ അവർക്ക് അതിനകത്ത് എത്രത്തോളം പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, അതും നമുക്ക് ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു എക്സ്ട്രീം കലോറി ഡെഫിസിറ്റ് ഡയറ്റ്, അതിൻ്റെ കൂടെ പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടെ ഫോളോ ചെയ്യുമ്പം എങ്ങനെയാണ് നമ്മുടെ ബോഡി പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുക? നമ്മുടെ ബോഡി പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാനും ഫാറ്റ് ലോസ് ചെയ്യാനും നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് പ്രാക്ടീസ് നമ്മൾ കുറേ കാലമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വീക്ക്നെസ് വരും, നമുക്കൊന്നും ചെയ്യാനുള്ള മൂഡ് ഉണ്ടാവില്ല, ഒന്നും ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവില്ല, നമ്മളെപ്പോഴും ടയേർഡായിരിക്കും, നമ്മുടെ മസിൽസ് ലോസ് ആവാൻ തുടങ്ങും, നമ്മുടെ ബോഡിയുടെ ആ ഒരു ഒരു സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡിക്ക് ഉള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് ഒക്കെ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങും, നമ്മുടെ മെറ്റബോളിസം കംപ്ലീറ്റ് ആയിട്ട് ലോസ് ആവാൻ തുടങ്ങും, അല്ലെങ്കിൽ പുവർ മെറ്റബോളിസം ആയിട്ട് മാറും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് സ്റ്റക്ക് ആവുകയും ചെയ്യും. ഇതുകൊണ്ടാണ് പലരും, അതായത് മെജോറിറ്റി ആളുകളും വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ഒരുപാട് പേര് പറയുന്നതാണ്, ഞാൻ ആദ്യത്തെ 10 കിലോ ഒക്കെ വളരെ എളുപ്പത്തിൽ കുറച്ചു, പിന്നീട് എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കംപ്ലയിൻസ് നിങ്ങൾ കേൾക്കാറില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇത് അനുഭവിക്കുന്നുണ്ടാകും. ആദ്യം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആയി, പിന്നീട് അങ്ങോട്ട് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഹിഡൻ റീസൺ എന്ന് പറയുന്നത് ഇനഫ് പ്രോട്ടീൻ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതും ഒരു പ്രോപ്പർ ഹെൽത്തി കലോറി ഡെഫിസിറ്റ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യാത്തതുമാണ്. അപ്പോൾ പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഒരു ദിവസം നമ്മൾ എത്ര പ്രോട്ടീൻ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പല കാൽക്കുലേഷൻസും കേട്ടിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എത്ര ബോഡി വെയിറ്റ് ഉണ്ടോ, അതായത് നിങ്ങൾ എത്രയാണോ ടോട്ടൽ കിലോ ഉള്ളത്, ആ ഒരു ബോഡി വെയിറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ എങ്കിലും നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു 60 കിലോഗ്രാമുള്ള ഒരാളാണെങ്കിൽ 60 ഗ്രാം പ്രോട്ടീൻ എങ്കിലും നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഡെയിലി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. ഇത് ഏത് രീതിയിൽ എത്തിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ 20 ഗ്രാംസ്, ലഞ്ചിൽ 20 ഗ്രാംസ്, ഡിന്നറിൽ 20 ഗ്രാംസ്, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 60 ഗ്രാം ഓഫ് പ്രോട്ടീൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡെയിലി നിങ്ങൾക്ക് എത്രയാണോ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് ഉള്ളത് അത് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ 3 നേരം ഫുഡ് കഴിച്ച് ഇടനേരത്ത് സ്നാക്സ് എടുക്കുകയാണെങ്കിൽ ആ ഒരു സ്നാക്സിനകത്തും കൂടെ നിങ്ങൾക്ക് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഡെയിലി പ്രോട്ടീൻ റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാവുന്നതാണ്.
അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് പ്രോട്ടീൻ സോഴ്സസ് ആണ് ഞാൻ പറയുന്നത്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെജിറ്റേറിയൻ സോഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് ഗ്രീക്ക് യോഗേർട്ട് ആണ്. ഗ്രീക്ക് യോഗേർട്ട് നമുക്കിപ്പം ഷോപ്പിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഈ ഒരു ഗ്രീക്ക് യോഗേർട്ട് നിങ്ങൾ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു 100 ഗ്രാംസ് കഴിക്കുകയാണെങ്കിൽ 10 ഗ്രാം ഓഫ് പ്രോട്ടീനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനിയുള്ളത് പനീറാണ്. പനീർ ഏറ്റവും ബെസ്റ്റ് ഒരു പ്രോട്ടീൻ സോഴ്സ് ആണ്. അത് നോൺ വെജിറ്റേറിയൻസിനാണെങ്കിലും വെജിറ്റേറിയൻസിനാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ 100 ഗ്രാംസ് ഓഫ് പനീർ നമ്മൾ കഴിക്കുമ്പോൾ ഏകദേശം നമുക്ക് 18 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെയുള്ളത് ലെൻറ്റിൽസ് ആൻഡ് സ്പ്രൗട്ട്സ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് മൂങ് ദാൽ കഴിക്കാം, മസൂർ ദാൽ കഴിക്കാം, നമുക്ക് സാമ്പാർ പരിപ്പ് കഴിക്കാം, ചനാ ദാൽ കഴിക്കാം, മുരഡ് ദാൽ. ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. പ്ലാൻ പ്രോട്ടീൻ സോഴ്സസ് ആണ് ഇതൊക്കെ. പിന്നെ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള ചെറുപയർ, എന്താ പറയുക, കടല, പിന്നെ രാജ്മ, ഇങ്ങനെ ഒരുപാട് പയർ പരിപ്പ് വർഗ്ഗങ്ങൾ നമുക്ക് ഈസിലി അവൈലബിൾ ആണ് കേരളത്തിൽ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ വെജിറ്റേറിയൻസ് ആകുമ്പോൾ അവർ പിന്നെ അയ്യോ എനിക്ക് ചിക്കനും ഫിഷും ഒന്നും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ, അപ്പോൾ എനിക്ക് എന്താണ് പ്രോട്ടീൻ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇത് അനിമൽ പ്രോട്ടീനാണ് നമ്മൾ കഴിക്കുന്നത്. അനിമൽ പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. ഇതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് വേഗം തന്നെ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നമുക്ക് എഗ്സ് കഴിക്കാം. ഇപ്പം വെജിറ്റേറിയൻസ് ആണെങ്കിലും എഗ്സ് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിലും എഗ് ആഡ് ചെയ്യാവുന്നതാണ്. ചിക്കൻ, ഫിഷ്, ലീൻ മീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന വെജിറ്റേറിയൻ പ്രോട്ടീൻ സോഴ്സസും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ ഉള്ള ഡയറ്റ് അധികം ചേഞ്ചസ് വരുത്താതെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ പ്രോട്ടീൻ നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ കഴിക്കുന്ന മീൽസിൻ്റെ കൂടെ ഒരു 1-2 എഗ്ഗ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഗ്രീക്ക് യോഗട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഓരോ മീൽസിനകത്ത് നിങ്ങൾക്ക് ദാൽ, സ്പ്രൗട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ഇടനേരത്ത് കഴിക്കുന്ന സ്നാക്കിൻ്റെ കൂടെ, അതിപ്പോൾ നിങ്ങൾ ഫ്രൂട്ടാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സും കൂടെ കഴിക്കുക, അല്ലെങ്കിൽ സീഡ്സ് കഴിക്കുക, അല്ലെങ്കിൽ പ്രോട്ടീൻ സ്മൂത്തി നിങ്ങൾക്ക് ആഡ് ചെയ്യാം നിങ്ങളുടെ ഡയറ്റിൽ. പിന്നെ നമ്മൾ റെഗുലർ ഫ്ലോറൊക്കെ, അതായത് നമ്മുടെ അരിപ്പൊടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പൊടികളൊക്കെ, ഗോതമ്പ് പൊടി, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, അതിന് പകരം നമുക്ക് ചിക്പീഡ്, അതായത് കടലയുടെ പൊടി ഉപയോഗിക്കാം, ആൽമണ്ട് ഫ്ലോർ ഉപയോഗിക്കാം. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് കൂടുതൽ പ്രോട്ടീൻ നമ്മുടെ ഡെയിലി ഡയറ്റിൽ തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയറ്റ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണോ എന്നുള്ള കാര്യം എക്സാമിൻ ചെയ്യുക. അതായത് ഒരു 1200 കലോറീസിൽ കുറവൊക്കെയാണ് നിങ്ങൾ ആഹാരമായിട്ട് എടുക്കുന്നതെങ്കിൽ അതൊട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് അല്ല. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളൊരു ഹെൽത്തി ഡയറ്റിലോട്ട് സ്വിച്ച് ചെയ്യുക. അതാണ് നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നിങ്ങളുടെ എല്ലാ മീൽസിനകത്തും നിങ്ങൾ ഇനഫ് പ്രോട്ടീൻ ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പം ഇഡ്ഡലി, ദോശ, പുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ സോഴ്സ് നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊന്നുകിൽ എഗ്ഗ് ആവാം, അല്ലെങ്കിൽ സാമ്പാർ കറിയാവാം, അല്ലെങ്കിൽ എന്താ പറയുക, കടലക്കറി ആവാം, ചെറുപയർ കറിയാവാം, ഗ്രീൻ പീസ് മസാലയാവാം. ഏത് രീതിയിലുള്ളതാണെങ്കിലും ഏതെങ്കിലും ഒരു പ്രോട്ടീൻ സോഴ്സ് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അടുത്ത് വരുന്നത് ലഞ്ചാണ്. ലഞ്ചിൽ എന്തായാലും ഏതെങ്കിലും ഒരു പൾസ് കറി, അല്ലെങ്കിൽ ചിക്കൻ കറി, അല്ലെങ്കിൽ ഫിഷ് കറി, യോഗേർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. മാക്സിമം ബാലൻസ് ചെയ്തിട്ട് നിങ്ങളുടെ ലഞ്ച് കഴിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഡിന്നർ എടുത്തു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു പ്രോട്ടീൻ സോഴ്സ്, ഇനി അധികം പ്രോട്ടീൻ സോഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എഗ് എങ്കിലും നിങ്ങളുടെ ഡിന്നറിൽ നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഓരോ ദിവസത്തെയും പ്രോട്ടീൻ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ആവശ്യത്തിന് പ്രോട്ടീൻ നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ഒരു ദിവസം എത്ര പ്രോട്ടീൻ ആഡ് ചെയ്യണം എന്നുള്ള കാര്യം, ആ ഒരു കാൽക്കുലേഷൻ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു തന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളുടെ ബോഡി വെയ്റ്റിന് ഇക്വലൻ്റ് ആയിട്ട് എത്ര പ്രോട്ടീൻ നിങ്ങൾ കഴിക്കണം എന്നുള്ള കാര്യം താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ദിവസം ഇപ്പോൾ ഉള്ള നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഡയറ്റിനകത്ത് നിങ്ങൾ ഏകദേശം എത്ര പ്രോട്ടീൻ നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇന്ന് വേൾഡ് പ്രോട്ടീൻ ഡേ ആണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഡയറ്റിൽ നമ്മൾ എന്തൊക്കെ ഫോളോ ചെയ്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടേക്കുക. പക്ഷേ ഇനി മുതലെങ്കിലും നിങ്ങൾ പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, നമ്മുടെ വെയിറ്റ് ലോസിൽ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി. നമ്മൾ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഫ്യൂവൽ നമ്മുടെ ബോഡിക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യേണ്ടത്. ചുമ്മാ നമ്മുടെ ബോഡിയോട് നമ്മൾ ഓരോ കാര്യങ്ങൾ, നമ്മുടെ ബോഡിയെ കഷ്ടപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ബോഡിക്ക് അത് സാധ്യമാവില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള ഫ്യൂവൽ സപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ ബോഡി വെയിറ്റ് റിഡ്യൂസ് ചെയ്യാനും നമ്മൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താനായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിലെങ്കിലും നിങ്ങൾക്ക് പറ്റണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഹെൽത്തി, ബാലൻസ്ഡ് ആയിട്ടുള്ള, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം ഇനി വരുന്ന ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം പ്രോട്ടീൻ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ആർക്കൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാലും അവരൊക്കെ അത് ഡിസേർവിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഈ ഒരു വേൾഡ് പ്രോട്ടീൻ ഡേയിൽ നിങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.